ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSCBASICSിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDC LGS ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള മോഡൽ എക്സാം ആണ്. 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. കുറച്ച് ദിവസമായിട്ട് ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് കറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 50 ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, തെന്മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെന്മലയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഫസ്റ്റ് പ്രസ്താവന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എന്തേക്കുക, ഫസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ തന്നെ ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറുതായിട്ടൊന്ന് ടിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഓപ്ഷൻസ് പിക്ക് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ആൻസർ. ആൻസർ ഓപ്ഷൻ എ ആണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചെറുതോണി ഡാം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം. നെക്സ്റ്റ്, കേരളത്തിലെ ചുവടെ പറയുന്ന ജലവൈദ്യുത പദ്ധതികൾ, അവ സ്ഥിതി ചെയ്യുന്ന നദികൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഒന്നാമത്തത് ശബരിഗിരി, 2 പള്ളിവാസൽ, സി ഷോളയാർ, ഡി ലോവർ പെരിയാർ. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു പോവാം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ശബരിഗിരി പമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. ഷോളയാർ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ലോവർ പെരിയാർ കല്ലാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് ഏതിലാണ്? നമ്മുടെ ബി എന്നുള്ള ഓപ്ഷനിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ആൻസർ ഏതാണ്? ഫസ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് പ്രസ്താവന നോക്കാം. ഒന്നാമത്തത്, കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി. അപ്പൊ അത് നമുക്ക് എല്ലാം അറിയാവുന്നതാണ്, ശരിയായിട്ടുള്ളതാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യമാണ് ചെമ്മീൻ. അതും റൈറ്റ് ആൻസർ ആണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അതും റൈറ്റ് ആൻസർ ആണ്. അപ്പൊ തന്നിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസും എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ എ, കേരളത്തിലെ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ശരിയാണോ തെറ്റാണോ? അടുത്തത്, എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും അധികം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ കാണപ്പെടുന്നത്. അടുത്തത്, കേരള തീരത്ത് നിന്ന് ഏറ്റവും അധികം ലഭിക്കുന്ന മത്സ്യം ചെമ്മീനാണ്. അടുത്തത്, കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് തെറ്റായിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കേരള തീരത്ത് നിന്ന് ഏറ്റവും അധികം ലഭിക്കുന്ന മത്സ്യം മത്തിയാണ്, ചാളയാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കായിക കേരളത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന കേണൽ GV രാജയുടെ ജന്മദിനമാണ് കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ആയത് ഏത് ദിവസമാണ്? ഏത് ദിവസമാണ്? ആൻസർ എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ സി ആണ്, ഒക്ടോബർ 13 കേരള കായിക ദിനമായി ആചരിക്കുന്നത്. ഇത് നമ്മുടെ GV രാജയുടെ ജന്മദിനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഏതാണ്? ആൻസർ 1954 കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത്.
ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം എറണാകുളമാണ്. നെക്സ്റ്റ്, 2019 മലയാള സാഹിത്യ പുരസ്കാര ജേതാക്കളുടെ വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇത് നമ്മൾ ചേരുംപടി ചേർക്കണം. ഫസ്റ്റ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2019 ആർക്കാണ് ലഭിച്ചത്? നെക്സ്റ്റ്, വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജ്ഞാനപീഠ പുരസ്കാരം 2019 ലഭിച്ചത് ആർക്കാണ്? അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം. ഒന്നാമത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. ലഭിച്ചത് 2019 പി മധുസൂദനൻ നായർക്കാണ്. വയലാർ അവാർഡ് ലഭിച്ചത് VJ ജെയിംസിനാണ്. വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പോൾ സക്കറിയയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദാണ്. ആനന്ദിനെ P സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കുമാണ്. അപ്പൊ ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്. A1 B2 C3 D4 E5 എന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, മൗലിക കടമകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? തെറ്റാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. ബി, റഷ്യൻ ഭരണഘടനയെ അനുസരിച്ചിട്ടാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. സി, മൗലിക കടമകൾ കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല. ഡി, ഇപ്പോൾ 10 മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കാരണം 10 മൗലിക കടമകളല്ല ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. മൊത്തം 11 മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ, സോരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ബി, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. സി, 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. 6, ഓപ്ഷൻ ഡി, 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നത് രക്ഷിതാക്കളുടെ മൗലിക കടമയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാരണം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കേണ്ട മൗലിക കടമ ഉള്ളത്. നെക്സ്റ്റ്, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശം റദ്ദ് ചെയ്യുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. രാഷ്ട്രപതിക്കാണ് ഉള്ളത്. പൊതുസ്വത്ത് സംരക്ഷിക്കുക എന്നത് എന്താണ്? പൊതുസ്വത്ത് സംരക്ഷിക്കുക എന്നത് ഓപ്ഷൻ സി ആണ്. മൗലിക കടമയാണ്. നമ്മുടെ ഒരു പൗരന്റെ മൗലിക കടമയാണ് പൊതുസ്വത്ത് അല്ലെങ്കിൽ പൊതുമുതൽ സംരക്ഷിക്കുക എന്നത്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നാമത്തത്, ആദ്യമേ നമുക്ക് ശരിയോ തെറ്റോ നോക്കി പോവാം. ഫസ്റ്റ്, ഭാരത് വിധാത എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ശരിയാണ്. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അതും ശരിയാണ്. ജനഗണമന രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ശരിയാണ്. ഇന്ത്യയെ കൂടാതെ ബംഗ്ലാദേശിലെ ദേശീയ ഗാനം രചിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പൊ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഗാനത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഫസ്റ്റ്, ഇന്ത്യൻ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. അടുത്തത്, അപ്പോൾ ശരിയാണേ. ശങ്കരാഭരണം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് വേണ്ട സമയം 52 സെക്കൻഡാണ്. ശരിയാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്.
ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ ഘോഷാണ്. അപ്പൊ അതാണ് എന്ത് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ എന്താണ് ആൻസർ? അരവിന്ദ ഘോഷ് അല്ല, പകരം നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ്, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഇന്ത്യയുടെ ദേശീയ സംഗീതം അല്ലെങ്കിൽ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യയാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ശരിയാണ്. വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. റെഡിയാണ്. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് എന്നാണ് സിംഹമുദ്ര അംഗീകരിക്കപ്പെട്ടത്? 1950 ജനുവരി 24 എന്ത് നമ്മുടെ സിംഹമുദ്രയായ ദേശീയ ചിഹ്നം ആയ സിംഹമുദ്ര ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടത്. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഇന്ത്യൻ ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം ശരിയാണോ? ആൻസർ പറയൂ. 70 ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? തെറ്റാണ്. അപ്പൊ എത്രയാണ് അനുപാതം? ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിങ്കാലി വെങ്കയ്യ. റെഡിയാണ്. അന്തർദേശീയ വേദിയിൽ ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ. റെഡിയാണ്. ദേശീയ പതാകയുടെ മധ്യത്ത് സ്ഥിതി ചെയ്യുന്ന അശോക ചക്രത്തിന് 24 ആരക്കാലുകളാണുള്ളത്. അതും റെഡി ആയിട്ടുള്ള ഉത്തരമാണ്. സോ 70C ആണ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? ഓപ്ഷൻ സി 1998. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ എന്നിവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. അതും റൈറ്റ് ആണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. അപ്പൊ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നെക്സ്റ്റ്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സംസ്ഥാന ഗവർണർക്കാണ് ഇതിനുള്ള അധികാരം. തത്വബോധിനി സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? തത്വബോധിനി സഭ സ്ഥാപിച്ചത് ഓപ്ഷൻ സി ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ദരിദ്രരോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും, മറിച്ചുള്ളവനെ ദുരാത്മാവെന്നും. ആരുടെ വാക്കുകളാണിത്? ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്. കോളിൻ ക്യാമ്പബെൽ ആയിരുന്നു. കോളിൻ ക്യാമ്പബെൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് ആര്? ഓപ്ഷൻ ബി JB കൃപലാനി ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന മുദ്രാവാക്യം ബാലഗംഗാധര തിലക് മുഴക്കിയത്? ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഹോം റൂൾ പ്രസ്ഥാനമാണ്. നെക്സ്റ്റ്, ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ എ മഹാത്മാ ഗാന്ധി ആയിരുന്നു. ഓൾ ഇന്ത്യ അത് നമ്മൾ പറഞ്ഞു മഹാത്മാഗാന്ധി ആയിരുന്നു. ദെൻ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് ആരാണ്? ഓപ്ഷൻ ഡി മദർ മോഹൻ മാളവ്യ ആയിരുന്നു. അടുത്തത്, മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ച്മാർഹി സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ്? സത്പുര മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്കൽ സമതലം എന്ന് അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ ഒറീസയുടെ തീരപ്രദേശമാണ് ഉത്കൽ സമതലം എന്ന് അറിയപ്പെടുന്നത്.
തെയിൻ ഡാം അഥവാ രഞ്ജിത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻ ബി ആണ്, രവി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുവടെ പറയുന്ന വിവിധോദ്ദേശ പദ്ധതികൾ, അവയുടെ ഉപഭോക്താക്കൾ എന്നിവയിൽ തെറ്റായത് ഏതാണ്? ഫസ്റ്റ് കോസി പദ്ധതി ഇന്ത്യ നേപ്പാൾ, ചമ്പാൽ വിവിധോദ്ദേശ പദ്ധതി രാജസ്ഥാനും മധ്യപ്രദേശും, ദാമോദർ വാലി പദ്ധതി ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ്, തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി ആന്ധ്രാപ്രദേശും കർണാടകയും. തന്നിരിക്കുന്നതിൽ ദാമോദർ വാലി പദ്ധതിയാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ താപവൈദ്യുത നിലയമായ നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചത് ഓപ്ഷൻ സി റഷ്യയുടെ സഹകരണത്തോടുകൂടിയാണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. ശരിയാണ്. ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. അതും റെഡിയാണ്. ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആചാര്യ PC റേ. അതും റെഡിയാണ്. അപ്പൊ ഏതാണ് ഉത്തരം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകളുള്ള സംസ്ഥാനം. സോറി, ആ ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ട്. പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ 3-ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച ഇരുമ്പുരുക്കുശാല ഏതാണ്? ഏത് ഇരുമ്പുരുക്കുശാലയാണ് 3-ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ഉണ്ടാക്കിയത്? ഏതാണ്? ബൊക്കാറോയാണ്. റഷ്യയുടെ സഹായത്തോടെയാണ് ആരംഭിച്ചത്. കേരളത്തിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1982 കേരളത്തിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, രാജീവ് ഗാന്ധി എയർപോർട്ട് ആണ്. ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ജിമെക്സ് 2020 അഥവാ ജിമെക്സ് 2020 സൈനികാഭ്യാസം നടത്തിയത്? ഏതാണ് ജിമെക്സ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജപ്പാനുമായിട്ടാണ്. അടുത്തത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഇപ്പോൾ ആരാണ്? UPSC ചെയർമാൻ ഓപ്ഷൻ എ ആണ്, പ്രദീപ് കുമാർ ജോഷിയാണ്. 2019 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? 2019 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അല്ലെ കിരീടം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ്. നെക്സ്റ്റ്, ഇന്റർനാഷണൽ അമ്പയർമാരുടെ പട്ടികയിൽ അടുത്തിടെ ICC ഉൾപ്പെടുത്തിയ കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, KN അനന്ത പത്മനാഭനാണ്. അടുത്തത്, ഡോക്ടർ K കസ്തൂരിരംഗൻ അധ്യക്ഷനായ കമ്മിറ്റി സമർപ്പിച്ച 2020 പുതിയ കരട് വിദ്യാഭ്യാസ നയത്തിൽ പരാമർശിക്കുന്ന പാഠ്യരീതി ഏതാണ്? 5+3+3+4 എന്ന പഠന രീതിയാണ്. കോവിഡ് നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആരോഗ്യ സേതു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായിരുന്ന JM ബൊൾസനാരോ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്? ആൻസർ ഓപ്ഷൻ സി, ബ്രസീലാണ്. ബ്രസീലിന്റെ പ്രസിഡന്റ് ആണ്. കേരള നിയമസഭയുടെ ലോക കേരള സഭയുടെ 2-ാം സമ്മേളനത്തിന് വേദിയായ സ്ഥലം? ആൻസർ ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം. ആദ്യ സമ്മേളനവും എവിടെ തന്നെ ആയിരുന്നു? അത് തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നു. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിവിധ വിഷയങ്ങളിൽ 2019 നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളുടെ വിവരങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അതായത് ശരിയായ രീതിയിൽ ചേരുമ്പോൾ ചേർക്കുക. അപ്പോൾ 2019 2020 നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂപ്പർ കോഡുകൾ, ഒരിക്കലും തിരിഞ്ഞു പോകാതിരിക്കാനുള്ള കോഡുകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഐ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ പോയി നമ്മുടെ നോബൽ പ്രൈസ് കിഡിലായിട്ട് പഠിച്ച് ഒരിക്കലും മറക്കാത്ത രീതിയിൽ പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. എന്താണ്? ഓപ്ഷൻ എ അബി അഹമ്മദ് അലിയാണ്. പീറ്റർ ഹാൻഗെ, ഓർഗ തൊക്കാർചുക്ക്, അഭിജിത്ത് ബാനർജി, പീറ്റർ നാറ്റ്ക്ലിഫ്, വില്യം കീലിൻ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് തന്നിരിക്കുന്ന ഓർഡർ കറക്റ്റിനാണ് തന്നിരിക്കുന്നത്. അതായത് അബി അഹമ്മദ് അലി സമാധാനം, പീറ്റർ ഹാൻഗെ ഓർഗ തൊക്കാർചുക്കും സാഹിത്യം, അഭിജിത്ത് ബാനർജി സാമ്പത്തികം, പീറ്റർ നാറ്റ്ക്ലിഫും വില്യം കീലിനും എന്താണ്? വൈദ്യശാസ്ത്രവുമാണ്. അപ്പൊ 100 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? മൊത്തം 50 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ. അപ്പൊ ഡിസ്കഷൻ ബോക്സിൽ നമ്മൾ മുന്നേ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ള ഏകദേശം 5 പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് എല്ലാം അവൈലബിൾ ആണ്. അവിടെ പോയി ചെയ്ത് നോക്കുക. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതുവഴി നിങ്ങൾക്ക് ഫീസ് കൊടുത്തിട്ട് പഠിക്കാവുന്നതുമാണ്. 12
12-ാം തീയതി മുതൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.